Hi everyone, welcome to my channel. ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ആണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് 3 മെയിൻ പോയിൻറ്റ്സാണ് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റായിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, പിന്നെ കിങ്ഡം ഫംഗൈ, പിന്നെ വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൺസ് എക്സെട്ര. ഇതൊക്കെയാണ് 3 ടോപ്പിക്കാണ്. ഈ 3 ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തെന്ന് നോക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. R.H. Whittaker proposed the 5 kingdom classification in 1969. R.H. Whittaker എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തു. എപ്പോൾ? 1969 R.H. Whittaker 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. This classification was based upon certain characters like mode of nutrition, thallus organization, cell structure, phylogenetic relationship, and reproduction. ക്ലാസിഫിക്കേഷൻ അപ്പോൾ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ കുറേ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ മെയിനാണ് സെൽ സ്ട്രക്ചർ, സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട്, അതുപോലെ ന്യൂട്രീഷൻ എങ്ങനത്തെയാണ്, താലസ് ഓർഗനൈസേഷൻ, ബോഡിയുടെ ഓർഗനൈസേഷൻ നോക്കിയിരുന്നു. പിന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബേസൊക്കെ ചെയ്തിട്ടാണ് ആൾ ക്ലാസിഫൈ ചെയ്തത്. നെക്സ്റ്റ്, ദിസ് 5 കിങ്ഡംസ് ഇൻക്ലൂഡ്സ് മൊണീറ, പ്രൊട്ടീസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ ആൻഡ് അനിമേലിയ. അതിൽ 5 കിങ്ഡമാണ്. ഫസ്റ്റ് മൊണീറ, പിന്നെ പ്രൊട്ടീസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ ആൻഡ് അനിമേലിയ. നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് തന്നെ മൊണീറയുടെ സെൽ ടൈപ്പ്. മൊണീറയുടെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്ന് വെച്ചാൽ ന്യൂക്ലിയസും മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസും ഒന്നുമില്ലാത്ത ഓർഗാനിസംസിനെയാണ് പ്രോകാരിയോട്ടിക് എന്ന് പറയുന്നത്. മൊണീറയുടെ സെൽ വാള് നോൺ സെല്ലുലോസിക് ആണ്. സെല്ലുലോസ് അല്ല, നോൺ സെല്ലുലോസിക് ആണ്. ഈ പോളിസാക്രൈഡ്സിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു മൊണീറയുടെ സെൽ വാള്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. ഈ ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത് ഓട്ടോട്രോഫ്സ് എന്ന് വെച്ചാൽ സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, കീമോസിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. ഈ കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ബേസ് ചെയ്തിട്ടും, ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓട്ടോട്രോഫ്സിലെ 2 പാർട്ട്. പിന്നെ ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഹെറ്ററോട്രോഫിക്കിൽ സാപ്രോഫൈറ്റിക്കും ഉണ്ട്, പാരസൈറ്റിക്കും ഉണ്ട്. ഈ സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡും ഡീകോഡും ആയിട്ടുള്ളതിൽ നിന്ന് ന്യൂട്രിയൻസ് ക്യാരി ചെയ്യുന്നു. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ്, കിങ്ഡം പ്രൊട്ടീസ്റ്റ. കിങ്ഡം പ്രൊട്ടീസ്റ്റയുടെ സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക് ആണ്. യൂക്കാരിയോട്ടിക് എന്ന് വെച്ചാൽ ന്യൂക്ലിയസും മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസും ഉള്ള ഓർഗാനിസംസ് ആണ്. സെൽ വാൾ പ്രസൻറ്റ് ഇൻ സം. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻറ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക്കിൽ ഫോട്ടോസിന്തറ്റിക് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഓട്ടോട്രോഫിക്കും ആണ്, ഹെറ്ററോട്രോഫിക്കും ആണ്. നെക്സ്റ്റ്, കിങ്ഡം ഫംഗൈയുടെ സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാള് പ്രസൻ്റ് ആണ്. കൈറ്റിൻ കൊണ്ടുള്ള സെൽ വാളാണ് കിങ്ഡം ഫംഗൈക്കുള്ളത്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ആണ്. ഒപ്പം ലൂസ് ടിഷ്യൂസിലാണ്. മൾട്ടി സെല്ലുലാറും ലൂസ് ടിഷ്യൂ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ആണ്. സാപ്രോഫൈറ്റിക് ആൻഡ് പാരസൈറ്റിക്. നെക്സ്റ്റ്, കിങ്ഡം പ്ലാന്റൈയുടെ സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാള് പ്രസൻ്റ് ആണ്. സെല്ലുലോസ് കൊണ്ടുള്ള സെൽ വാളാണ് കിങ്ഡം പ്ലാന്റൈക്കുള്ളത്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ആണ്. ടിഷ്യൂ ഉണ്ട്, ഓർഗനും ഉണ്ട്. ടിഷ്യൂ എന്ന് പറയുമ്പോൾ സെൽസ് കമ്പൈൻ ചെയ്തതും, ഓർഗൻ എന്ന് പറയുമ്പോൾ ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക്. നെക്സ്റ്റ്, കിങ്ഡം അനിമേലിയയിലെ സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക് ആണ്. സെൽ വാൾ ആബ്സെൻ്റ് ആണ്. സെൽ വാൾ ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്.
ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ആണ്, ഹോളോസോയിക് ആൻഡ് സാപ്രോഫൈറ്റിക്. അപ്പോൾ ഇതാണ് നമ്മളുടെ 5 കിങ്ഡത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെൽ ടൈപ്പ് പറഞ്ഞു, സെൽ വാൾ പറഞ്ഞു, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ 5 ക്യാരക്ടേഴ്സും നമ്മൾ 5 കിങ്ഡത്തിനും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കിങ്ഡം ഫംഗി. ഫംഗി ആർ യൂക്കാരിയോട്ടിക് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. ഫംഗി യൂക്കാരിയോട്ടിക്കും ഹെറ്ററോട്രോഫിക്കുമായ ഓർഗാനിസമാണ്. യൂക്കാരിയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസും ന്യൂക്ലിയസും ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ യൂക്കാരിയോട്ടിക് എന്ന് പറയുന്നത്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാത്ത ഓർഗാനിസംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, they show a great diversity in morphology and habitat. ഈ ഫംഗസുകൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പല ഹാബിറ്റാറ്റിലും കാണാൻ പറ്റും. അപ്പോൾ അതിലെ കോമൺ ടൈപ്സ് ഇൻക്ലൂഡ്സ് ഈസ്റ്റ്, യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. ഈസ്റ്റ് നമ്മൾ ബ്രെഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഈസ്റ്റ്. പിന്നെ പസീനിയ, കൊസറ്റീവ് ഓർഗാനിസംസ് ഓഫ് വീറ്റ് റസ്റ്റ് ഡിസീസ്. വീറ്റ് റസ്റ്റ് ഡിസീസിൻ്റെ കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് ഈ പസീനിയ. ഇനി പെൻസിലിയം, സോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് കോൾഡ് പെൻസിലിൻ. ഒരു ആൻറ്റിബയോട്ടിക് ആണത്. എന്തിൻ്റെ? ഈ പെൻസിലിയത്തിൽ നിന്നാണ് പെൻസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദേ ആർ ഫിലമെൻറ്റോസ് വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് യൂണിസെല്ലുലാർ ഈസ്റ്റ്. അത് ഫിലമെൻറ്റസ് ആണ്, നേർത്തതാണ്. ഏത് ഒഴിച്ച്? യൂണിസെല്ലുലാർ ഈസ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ഫിലമെൻറ്റസ് ആണ്. ദി ബോഡി ഓഫ് ഫംഗി കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ്-ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഹൈഫേ. ഫംഗിയുടെ ബോഡിയിൽ ഒരു ബോഡി എന്ന് പറയുന്നത് ലോങ് ആയിട്ട് സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ത്രെഡ്-ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ പറയുന്നതാണ് ഈ ഹൈഫേ. ദി നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഇസ് നോൺ ആസ് മൈസീലിയം. ഇതിനൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്കിന്, ഹൈഫയുടെ നെറ്റ്വർക്കിനെ പറയുന്നതാണ് മൈസീലിയം. നെക്സ്റ്റ്, സം ഹൈഫേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ദീസ് ആർ കോൾഡ് സയാനോസൈറ്റിക് ഓർ അസെപ്റ്റേറ്റ് ഹൈഫേ. ചില ഹൈഫയിൽ എന്താണ്, ട്യൂബ്സ് കണ്ടിന്യൂ ആയിട്ട് ട്യൂബ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എന്ത് വെച്ച്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം ഫില്ല് ചെയ്തിട്ടുള്ള ട്യൂബ്സ് ഉള്ള ഹൈഫയിലുണ്ട്. ഈ ഹൈഫേനൊക്കെ പറയുന്നതാണ് അസെപ്റ്റേറ്റ് ഹൈഫേ. നെക്സ്റ്റ്, other have septae or cross walls in their hyphae. They are called septate hyphae. Septate hyphae എന്ന് പറയുമ്പോൾ അതിൽ സെപ്റ്റേ ഉണ്ടാവും, ക്രോസ് വാൾസും ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. പിന്നെ ഫംഗൽ സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ്. ഫംഗിയുടെ സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടും പോളിസാക്രൈഡ്സ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Most fungi are heterotrophic and absorb soluble organic matter from dead substrates and hence are called saprophytes. ഈ ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യാണ്ട് മറ്റുള്ളതിനെ ആശ്രയിക്കുന്നതിനൊക്കെയാണ് ഈ ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നത്. അതിൽ എന്താണ്, സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ഡെഡും ഡീക്കേഡും എന്നുവെച്ചാൽ അഴുകിയ സംഭവങ്ങളിൽ നിന്ന് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദി ഫംഗൈ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ദെയർ ഫുഡ് ആർ കോൾഡ് പാരസൈറ്റ്സ്. ഫംഗയിലെ ഒരു ഇതാണ് പാരസൈറ്റ്സ്. അപ്പോൾ ഈ പാരസൈറ്റ്സ് ലിവിങ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്താ പറയുക, പാരസൈറ്റ്സ് എന്ന് പറയുക. ലിവിങ് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ്, ഫംഗൈ ക്യാൻ ഓൾസോ ലീവ്സ് ആസ് എ സിംബയോൺസ് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ ആസ് ലൈക്കൺസ് ആൻഡ് വിത്ത് ദി റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആസ് മൈക്കോഹിസ. ഫംഗയിൽ സിംബയോൺസ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, എന്ന് വെച്ചാൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതിലൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ് ആൽഗയിലുള്ള ലൈക്കൺസ്, പിന്നെ ഹയർ റൂട്ട്സിലൊക്കെ ഒരു കാണുന്ന ഒരു മൈക്കോഹിസ. ഇതൊക്കെ ഫംഗിയിലെ സിംബയോൺസിൻ്റെ എക്സാമ്പിൾസാണ്. ഈ വീഡിയോയിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും കിങ്ഡം ഫംഗിയുടെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.